ഒരു ചെറിയൊരു കഥ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഥയുടെ പേര് ജീവരക്തം. പ്രഭാതം പരപര വെളുത്തു തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഫ്ലാറ്റിൻ്റെ ഗേറ്റ്, വലിയ ഗേറ്റ്, നമ്മുടെ ഇന്ദ്രൻ ചേട്ടനെ കൂട്ടൊരാളെ വലിച്ച് തുറക്കുക. അവിടുത്തെ സെക്യൂരിറ്റിയെ തുറന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് നടക്കുന്നു. കയ്യിൽ പ്ലാസ്റ്റിക് കവറുണ്ട്. ഒരു ക്ഷീണിതന ആൾ. റോഡിൽ വാഹനം തീരെ കുറവ്. പ്രഭാതമല്ലേ. കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്ക് ബൈക്കിൽ നമ്മുടെ കുഞ്ചേട്ടനെ കൂട്ടൊരാൾ വന്ന് ബൈക്ക് നിർത്തുന്നു. കൂട്ടുകാരാ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു. അപ്പം നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഓടിച്ചെന്ന് അതിൽ കയറുന്നു. അത്യാവശ്യം കുശലമൊക്കെ പറഞ്ഞിട്ട് അവർ യാത്ര തുടരുക. ഇപ്പോൾ പറയുന്നു, ഈ ഫ്ലാറ്റിൽ എന്നും പാമ്പാ കൂട്ടാ. അപ്പോൾ ബൈക്ക് ഓടിക്കുന്ന നമ്മുടെ കുഞ്ചേട്ടനെ കൂട്ടുള്ള ആൾ പറയുക, പകൽ വേറൊരു ഫ്ലാറ്റിൽ, രാത്രി വേറൊരു ഫ്ലാറ്റിൽ ജീവിക്കണ്ടേ കൂട്ടാ. പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും 10 കൊല്ലമായി. എല്ലാം നിർത്തി വീട്ടിൽ പോയി നിൽക്കണം. ഒരു പശുവിനെ വാങ്ങി അതിനെ നോക്കി വരുമാനം കാണണം. പക്ഷെ കുറച്ചുകൂടെ കഴിയട്ടെ. ഒരു മകനില്ലേ? ഒരു മോനോ? 3 പേരുണ്ട്. അതിലൊന്ന് മോനാ. അവനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരിടത്താക്കി. ഈ ഫ്ലാറ്റിൽ ഒരു അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞിട്ടാ, നന്നായി നിന്നാൽ പുള്ളി കൊണ്ടുപോയി രക്ഷപ്പെടുത്തും. എന്ത് പറഞ്ഞിട്ടെന്താ. പക്ഷേ അവൻ റെഡിയാവും തോന്നില്ല. അങ്ങനെ ഫ്ലാറ്റ് എത്താറായി. ബൈക്ക് സ്ലോ ചെയ്തു നിർത്തി. ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനെ ബൈക്കുകാരൻ പറഞ്ഞ് യാത്രയാക്കുകയാണ്. എത്തി, ശരി, നാളെ കാണാം. ഓക്കെ. ഈ ബൈക്കിൽ ഒരു ദിനം എൻ്റെ വീട്ടിൽ വരെ ഒന്ന് കൊണ്ടുപോകണം. പുറകിൽ ഞാൻ രാജാ കണക്കെ ഇരിക്കാം. എൻ്റെ നാട്ടിലുള്ളവരൊന്ന് കാണട്ടെ, കൊച്ചിയിൽ ഞാൻ നല്ല സൗകര്യത്തിലാണെന്ന്. എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. ബൈക്കിൽ നിന്നിറങ്ങി സെക്യൂരിറ്റി നടന്നു. ഒരു ഗേറ്റിൽ നിന്നും മറ്റൊരു ഗേറ്റിലേക്കുള്ള ഒരു യാത്ര. മെയിൻ റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഉള്ളിലേക്ക് നടക്കാനുണ്ട്. അവിടെ നടക്കുമ്പോൾ 2 ചെറുപ്പക്കാർ അതിൽ നടന്നു പോകുന്നുണ്ട്. അവർ ഇവിടെ പുതിയതാണെന്ന് തോന്നുന്നു. ഒരാളുടെ കയ്യിൽ വലിയ ട്രോളി ബാഗ്, ഒരാളുടെ കയ്യിൽ തീരെ ചെറിയ ഒരു ബാഗും ഒക്കെ ആയിട്ട്. അവരെ പാസ് ചെയ്ത് സെക്യൂരിറ്റി നടന്ന് അടുത്ത ഗേറ്റിലേക്ക് പോകുമ്പോൾ ചെറുതായി ഒന്ന് ശ്രദ്ധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവർ. പിന്നെ അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ. ഒരാൾക്ക് ചോദിക്കുക, ശരിക്കിത് എറണാകുളമാണോ കുളമാണോ? എടാ, ബസ് കണ്ടക്ടർ ജെട്ടി മേനക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയടാ. അല്ലേ, ഈ ട്രോളി ബാഗിൽ എന്താ ഇത്ര ഭാരം? നമുക്കിവിടെ ജോലി റെഡി ആവുമോടാ? എടാ, അവിടെ ഇൻ്റർവ്യൂ നാളെ ഉണ്ടോ? ആ ലേഡി സെക്യൂരിറ്റി പറഞ്ഞ പോലെ 500 രൂപയ്ക്ക് റെൻ്റഡ് റൂം, അത് 1 മാസത്തേക്ക്. ഇവിടെ കിട്ടുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ആ വളവ് കഴിഞ്ഞ് നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. എടാ, ഈ ട്രോളി ബാഗ് ഞാൻ കൊണ്ടുവന്നത് ഇത് 1 മാസത്തേക്കുള്ള ഡ്രസ്സാണ്. ഇത് കഴുകാറാകുമ്പോൾ നാട്ടിൽ പോയിട്ട് വരാം. നമ്മൾ രാവിലെ ഇറങ്ങും ഓരോ ലൊക്കേഷനിലേക്ക്. പിന്നെ ചാൻസായി ജോലി. പിന്നെ
അപ്പോൾ ആ വളവിൻ്റെ അടുത്ത് അവർ ചെന്ന് നിന്നിട്ട് ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ കണ്ട സെക്യൂരിറ്റി വന്ന് കയറിയ ഗേറ്റ് അവർ ശ്രദ്ധിച്ചു. അപ്പോൾ ഉള്ളിൽ നിന്ന് ആ പഴയ സെക്യൂരിറ്റി കയറി വരികയാണ് മുകളിലേക്ക്. എടാ, അതാ ഷെഡുകൾ കണ്ടോ നിരനിരയായി? ഇത് ശരിയാവില്ല. അപ്പോൾ സെക്യൂരിറ്റി വിളിക്കുന്നു. എന്താ, റൂമിനാണോ? അങ്ങോട്ട് പോകല്ലേ മക്കളെ, അവിടെ നിങ്ങൾക്ക് ശരിയാവില്ല. ദാ ഈ അപ്പാർട്ട്മെൻറ്റ് നോക്ക്, 1500 മന്തിൽ, സുഖം. അവിടെ 500 ഉള്ളൂ. നിങ്ങൾക്ക് പറ്റിയ ഇടവല്ല കുട്ടാ. എടാ നില്ല്, ഇത് കൊള്ളാം.